ആരാണ് ഗാന്ധിയെന്നും ആരാണ് ഗാന്ധിയെ കൊന്നതെന്നും ഗാന്ധിയെ കൊന്നവർ ഇന്ന് എവിടെയാണ് എന്നും അതിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു രാഷ്ട്രീയം മാത്രമല്ല, ഒരു മതരാഷ്ട്രീയക്കാർ മാത്രമല്ല, വ്യത്യസ്ത മതരാഷ്ട്രീയക്കാരുണ്ട് എന്നും പഠിപ്പിക്കുകയാണ്. ഇത് ഒരു സമരപാഠമാണ്. നമ്മുടെ രാജ്യം വർഗീയതയ്ക്കതീതമായി നിന്നാലേ രാജ്യം രാജ്യമായി നിൽക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ മതങ്ങൾ പിറന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ എല്ലാ മതങ്ങളും വിരുന്നു വന്ന നാടാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വൈവിധ്യം ചേർന്ന ജീവിത സംസ്കാരങ്ങളുള്ള നാടാണ് ഇന്ത്യ. ഈ ഇന്ത്യയെപ്പോലെ മനുഷ്യനെ ചവിട്ടിയരയ്ക്കാൻ, ദൈവമാണ് നിന്റെ തലയിൽ വരച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചവിട്ടിയരയ്ക്കാനും നമ്മളെ മനുഷ്യരല്ലാതെയാക്കാനും കഴിഞ്ഞ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയ നാട് കൂടിയാണിത്. അത്തരമൊരു നാട്ടിലാണ് കുതറി മാറി നവോത്ഥാനത്തിലൂടെ, സ്വാതന്ത്ര്യ സമരത്തിലൂടെ, പണിയെടുക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിത സമരങ്ങളിലൂടെ, തൊഴിലാളി അവന്റെ തൊഴിൽ സമരങ്ങളിലൂടെ, ഇവിടുത്തെ ഭൂമി കിട്ടാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ സമരങ്ങളിലൂടെ പുതിയ ഇന്ത്യ പിറന്നത്. ജീവിതങ്ങൾ തുടൽ ഊരിയെറിഞ്ഞു. ജീവിതങ്ങൾ തുടൽ ഊരിയെറിഞ്ഞത് വെറുതെയല്ല, സമര പോരാട്ടങ്ങളിലൂടെയാണ്. ആ സമര പോരാട്ടങ്ങളെ ഒരു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിലൂടെ ഒരു സമരസൂര്യനായി ജനിച്ചുയർന്ന മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരികയും ഈ രാജ്യത്തിനകത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഒരുമിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് നിൽക്കണം. ആ ആശയത്തിന്റെ പേരാണ് ഗാന്ധി. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും രാഷ്ട്രീയമായി ഒരുമിച്ച് നിൽക്കണം. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഗാന്ധി. ആ രാഷ്ട്രീയത്തിന് നേരെ നിറയൊഴിച്ചത് RSS. ആ രാഷ്ട്രീയത്തിന് നേരെ നിറയൊഴിച്ചത് മുഹമ്മദ് അലി ജിന്ന. ആ രാഷ്ട്രീയത്തിന് നേരെ നിറയൊഴിച്ചത് മുസ്ലിം ലീഗ്. മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ജാതിമത ഭേദമില്ലാതെ ശത്രു ബ്രിട്ടീഷ് എന്ന ശത്രുവിനെതിരായി എല്ലാ മതക്കാരും ഒരുമിക്കുക. ഇതാണ് ഗാന്ധിസം, ഗാന്ധിയുടെ ഭാരതീയ ദർശനം. ആ ദർശനത്തിന് നേരെ 48 ജനുവരി 30 RSS നിറയൊഴിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നിറയൊഴിക്കപ്പെട്ടിരുന്നു. അതിന്റെ പേരാണ് നിരാഷ്ട്രവാദം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമായി നിൽക്കാനാവില്ല. മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വേണം, ക്രിസ്ത്യാനികൾക്ക് മറ്റൊരു ഇന്ത്യ അല്ല. ഈ ഇന്ത്യ ക്രിസ്ത്യാനിയുടേതാണ്, അതുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരം വേണ്ട. മറ്റൊരു ഇന്ത്യയുണ്ട്, ആ ഇന്ത്യ ഉണ്ടായാൽ അത് ഹിന്ദുക്കളുടേതാവണം. തൽക്കാലം ഹിന്ദുക്കളുടെ ഉണ്ടാവാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്യുക, പിന്നെ ഹിന്ദുക്കളുടെ ഇന്ത്യ ഉണ്ടാക്കാം. അതുകൊണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുക്കാതിരുന്ന RSS അധികാരം പിടിച്ചു കഴിഞ്ഞ് അല്പം ഗാന്ധിയെ കൊന്ന് അകത്തേക്ക് കയറി വന്ന് നാഗപ്പൂരിലെ ഏറ്റവും ക്രൂരമായ വർഗീയ ചിന്തയുടെ കേന്ദ്രമായ RSS ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരം ഒരു അധികാരം കയ്യിൽ ഏറ്റെടുത്തിരിക്കുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇവിടുത്തെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, MLA മാർ, MP മാർ, ജഡ്ജിമാരടക്കമുള്ള സ്ഥാനത്ത് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപിതാവിന്റെ ഘാതകരാണ്. രാഷ്ട്രപിതാവിന്റെ ഘാതകർക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ ഘാതകന്മാർ ഈ രാജ്യത്തിനകത്ത് വീണ്ടും 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 ഗാന്ധി ചിന്തകൾക്കെതിരെ, മതനിരപേക്ഷതയ്ക്കെതിരെ, മനുഷ്യന്റെ ഐക്യത്തിനെതിരെ നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരൊറ്റ വഴി. എന്താണ് വഴി? എല്ലാവരെയും ചേർത്ത് പിടിക്കുക. മുസ്ലിങ്ങളായി ആരും മാറി നിൽക്കരുത്, ക്രിസ്ത്യാനികളായി ആരും മാറി നിൽക്കരുത്. നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്തരുത്, മാറി നിൽക്കരുത്. ഇന്ത്യ രാജ്യത്തെ ഇരുട്ടു നിറഞ്ഞ ഈ അവസ്ഥ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പണമുണ്ടാക്കാനുള്ള, അവർക്ക് സമ്പാദ്യമുണ്ടാക്കാനുള്ള, നമ്മളെ കൊള്ളയടിക്കാനുള്ള ഒരു അവസരമാണ്. ഇതിൽ മതമില്ല. അംബാനിക്ക് മതമില്ല, അദാനിക്ക് മതമില്ല, കോർപ്പറേറ്റുകൾക്ക് മതമില്ല, കൊള്ളയടിക്കുന്നവർക്ക് മതമില്ല. ഇന്ത്യ മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ഏത് മതത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഹിന്ദു മതക്കാരാണ്. എന്തുകൊണ്ടാണത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ ഇന്ത്യയിലാകുമ്പോൾ ഹിന്ദു മതക്കാരായിരിക്കും അവരുടെ എണ്ണത്തിൽ കൂടുതൽ. അതുകൊണ്ട് പട്ടിണി മാറ്റാൻ നമുക്ക് ഒരുമിക്കാം, എല്ലാവർക്കും വീട് കൊടുക്കാൻ നമുക്ക് ഒരുമിക്കാം, മനുഷ്യന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, കൂലി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുമിക്കാം. ഈ തെക്കേയറ്റത്ത് കേരളത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ നേതൃത്വത്തിൽ ലോകത്തോട് പറയുന്നത്, ലോകമേ കാണൂ, ഇതാ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട മതനിരപേക്ഷതയുടെ കേരളം, മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിനുറുക്കാത്ത കേരളം, വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം. ഈ ദിവസം ഇവിടെ സമ്മേളിക്കുമ്പോൾ 10 കൊല്ലക്കാലമായി മാറാടുകളില്ലാത്ത കേരളം. ഈ ദിവസം ഇവിടെ സമ്മേളിക്കുമ്പോൾ ചാലക്കമ്പോളം കത്തിയേരുന്ന കേരളത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഈ ദിവസം ഇവിടെ സമ്മേളിക്കുമ്പോൾ പാലക്കാട് വെടിവെപ്പ് നടക്കുമ്പോൾ സിറാജുന്നേഷ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മുടെ കേരളത്തിന്റെ ഓർമ്മയുണ്ട്. വർഗീയ കലാപങ്ങൾ നമ്മുടെ സഖാവ് PKB എത്തിക്കഴിഞ്ഞു. വർഗീയ കലാപങ്ങൾ നിറഞ്ഞു നിന്നത് കേരളം. ആ കേരളത്തെ വർഗീയ കലാപത്തിൽ നിന്ന് മോചിപ്പിച്ച 9.25 കൊല്ലമായി. 3 മാസം കൂടി, 100 ദിവസങ്ങൾ കൂടി.
100 ദിവസം കഴിഞ്ഞാൽ ഒരു വർഗീയ ശക്തി, ഏതെങ്കിലും ഒരു വർഗീയ ശക്തി നമ്മുടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ അധികാരത്തിന്റെ അറ്റത്ത് കയറിയാലോ? ഒരു ഭാഗത്ത് കാത്തിരിക്കുന്നു RSS അധികാരത്തിൽ കയറാൻ. RSS അധികാരത്തിൽ കയറണമെങ്കിൽ നേരെ RSS അധികാരത്തിൽ കയറാൻ കഴിയില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിന് അധികാരം പിടിക്കണമെങ്കിൽ ആദ്യം അധികാരത്തിൽ കയറാൻ അവർക്കാവില്ല. മറ്റൊരു വർഗീയ ശക്തി അധികാരത്തിൽ കയറിയാൽ അതിന്റെ പിന്നാലെ വരും. കൊമ്പന് പിന്നാലെ മോഴ എന്ന് പറഞ്ഞ പോലെ RSSന് കേരളം പിടിക്കണമെങ്കിൽ മറ്റു വർഗീയ ശക്തികൾ ആദ്യം അധികാരത്തിൽ കയറണം. കേരളത്തിലെ മുന്നണികളിൽ 3 മുന്നണികളിൽ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത സാന്ദ്രീകരിച്ച വർഗീയ മുന്നണി, മറുഭാഗത്ത് ഭൂരിപക്ഷ മതരാഷ്ട്രീയം സാന്ദ്രീകരിച്ച മുന്നണി. ഈ 2 വർഗീയ ശക്തികളോടും നെഞ്ചു കാണിച്ചു പോരാടാനുള്ള കരുത്തുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം മഹാത്മാഗാന്ധിയുടെ ദർശനത്തിൽ നിന്ന്, ഗാന്ധി ചിന്തയിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അകലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നെഹ്റുവിന്റെ ചിന്തയിൽ നിന്ന്. നെഹ്റുവിനെ ഓർക്കാത്ത കോൺഗ്രസിന്, ഗാന്ധിയെ ഓർക്കാത്ത കോൺഗ്രസിന്, ദർശനത്തെ ഓർക്കാത്ത കോൺഗ്രസിന് നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് കേരളത്തിന്റെ രക്ഷ മതനിരപേക്ഷതയിലാണ്. മതനിരപേക്ഷതയുടെ രക്ഷ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള ഭരണത്തിലാണ്. അതിന്റെ തുടർച്ചയാണ് മഹാത്മാഗാന്ധിയുടെ ദർശനത്തിന്റെ സുരക്ഷ. അതിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കാനുള്ള ഒരു മഹായാത്രയാണ് നാം സംഘടിപ്പിച്ചത്. ആ യാത്ര ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും കോട്ടയം ജില്ലയിലെ നേതൃവൃന്ദമടക്കമുള്ള നേതാക്കന്മാരെത്തി ഉജ്ജ്വലമായ ഒരു സമ്മേളനം കൊണ്ട് ഈ തിരുനക്കരയെ ധന്യമാക്കി. ഈ തിരുനക്കരയിൽ പലതവണ എത്തിയ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരവുകൾ അർപ്പിച്ചുകൊണ്ട്, ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഗാന്ധിജിയെ കൊന്നത് ഹിന്ദുമത തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ പി കൃഷ്ണപിള്ള, വൈക്കത്ത് പറഞ്ഞ വി കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റുന്നു. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയപ്പോൾ RSSകാർ അപ്പുറത്ത് തിരുവനന്തപുരത്ത് മധുര പലഹാരം വിതരണം ചെയ്ത് അത് കണ്ടു നെഞ്ചുപൊട്ടിയ ONV കുറുപ്പിനെ ഓർക്കുന്നു. ആ ഓർമ്മകളുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഈ പുതിയ കേരളത്തെ മതനിരപേക്ഷമായി കൂടുതൽ ശക്തമായി വികസിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.